ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയ വ്യാപാര ദിനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാര ഭവനിൽ നടക്കുന്ന പരിപാടികൾക്ക് തുടക്കമായി. ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് പതാക ഉയർത്തി. ജില്ലാ റെസ്ലിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കേരള സംസ്ഥാനതല അണ്ടർ 23 പുരുഷ വനിതാ ഗുസ്തി ടൂർണമെന്റിന് കാസർഗോഡ് തുടക്കമായി. കാസർഗോഡ് NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക മേഖലയെ തൊഴിലുറപ്പ് തൊഴിലിൽ ഉൾപ്പെടുത്തുക എന്ന ആവശ്യം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പുതുക്കൈ വില്ലേജ് സമ്മേളനം നടന്നു. കന്യാസ്ത്രീകളെ നക്സലേറ്റ് എന്ന് വിളിക്കുന്ന BJPയും സംഘപരിവാർ സംഘടനകളും യേശുക്രിസ്തുവും നക്സലേറ്റ് ആയിരുന്നു എന്ന് പറയുന്ന നാളുകൾ വരാനിരിക്കുകയാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. പള്ളിക്കരയിൽ നിർമ്മിച്ച CPM ഓഫീസായ മുസഫർ അഹമ്മദ് ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മടിക്കൈ പഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ 75ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കാലിച്ചാമ്പുതിയിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നവംബർ 25, 26 തീയതികളിലായി നടക്കും. സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ ഓണം പൊന്നോണം മെഗാ സെയിലിന് കാഞ്ഞങ്ങാട് ഷോറൂമിൽ തുടക്കമായി. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ദേശീയ വ്യാപാര ദിനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാര ഭവനിൽ നടക്കുന്ന പരിപാടികൾക്ക് തുടക്കമായി. ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് പതാക ഉയർത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷരീഫ് പതാക ഉയർത്തി. പ്രസിഡന്റ് CK ആസിഫിന്റെ അധ്യക്ഷതയിൽ H ദിനേശൻ IAS ഉദ്ഘാടനം നിർവഹിച്ചു. കച്ചവടക്കാരുടെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അത് ആ പ്രതിസന്ധിക്കിടയിലും ഇത്രയേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് വ്യാപാര സമൂഹത്തിന്റെ നല്ല മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. ഞാനൊന്ന് അറിഞ്ഞതിവിടെ കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ ഏകദേശം 4,60,000 രൂപയും അതുപോലെ തന്നെ ജില്ലാ മർച്ചന്റ് അസോസിയേഷന്റെ 5 ലക്ഷം രൂപയും ഒരു വ്യാപാരി മരിച്ചു കഴിഞ്ഞാൽ ഏകദേശം 10 ലക്ഷം രൂപയുടെ ധനസഹായം നൽകുന്നത്. അത് മറ്റ് ജില്ലകളില്ലാത്ത പോലെ അല്ലെങ്കിൽ മറ്റ് യൂണിറ്റുകളില്ലാത്ത പോലെ കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ അങ്ങനെ ഒരു പരിപാടി നടപ്പിലാക്കിയതാണ്. അതൊരു ഹൃദയ വിശാലതയാണ്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷരീഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. തുടർന്ന് നടന്ന പ്രതിഭാവന്ദനം പരിപാടിയിൽ കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് അനുമോദനവും സ്വീകരണവും നൽകി. സോഷ്യൽ സെക്യൂരിറ്റി സ്കീം അംഗമായിരിക്കെ മരണപ്പെട്ട NP അബൂബക്കർ എന്നിവരുടെ കുടുംബത്തിനുള്ള ധനസഹായ വിതരണവും നടന്നു. KMAയുടെ മുൻ പ്രസിഡന്റുമാരായ കോളിക്കാട് അബ്ദുൾ ഖാദർ, M മുഹമ്മദ് കുഞ്ഞി, C യൂസഫ് ഹാജി, KMA വൈസ് പ്രസിഡന്റ് മഹേഷ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷെരീഖ് കമ്മാടം, വനിതാ വിംഗ് പ്രസിഡന്റ് ശോഭന ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. KMA ജനറൽ സെക്രട്ടറി ഐശ്വര്യകുമാരൻ സ്വാഗതവും ട്രഷറർ ഹാസിഫ് മെട്രോ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജില്ലാ റെസ്ലിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കേരള സംസ്ഥാനതല അണ്ടർ 23 പുരുഷ വനിതാ ഗുസ്തി ടൂർണമെന്റിന് കാസർഗോഡ് തുടക്കമായി. കാസർഗോഡ് NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സംസ്ഥാനതല അണ്ടർ 23 പുരുഷ വനിതാ ഗുസ്തി ടൂർണമെന്റിന് കാസർഗോഡ് അണങ്കൂരിലുള്ള ശാരദാ സഭാ ഭവനിൽ തുടക്കമായി. വീരാഞ്ജനേയ വ്യായാമശാല, ഗുഡ് മോർണിംഗ് കാസർഗോഡ് എന്നിവയുടെ പങ്കാളിത്തത്തോടെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ പൂർണ്ണ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മത്സരം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത ജാതികളിലും വ്യത്യസ്ത മതങ്ങളിലും വ്യത്യസ്ത സംസ്കാരങ്ങളിലും വിശ്വസിക്കുന്ന ആളുകൾ, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഇവിടെ ഏകോദര സഹോദരന്മാരെ പോലെ ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന മക്കളെ പോലെ എപ്പോഴും ഒരുമിച്ച് സന്തോഷത്തിൽ സൗഹാർദ്ദത്തിൽ കഴിയുന്നു എന്നതാണ് കാസർഗോഡിൻ്റെ പ്രത്യേകതയെന്ന് ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു നാട്ടിലേക്ക് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും നമ്മുടെ ഗുസ്തി താരങ്ങളും അതുപോലെ തന്നെ ഗുസ്തിയെ സ്നേഹിക്കുന്ന ആളുകൾക്കും വന്നെത്താൻ കഴിഞ്ഞത് നിങ്ങളുടെ ഭാഗ്യം എന്ന് കൂടി ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു.
കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സെക്രട്ടറി VN പ്രസൂദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന സെക്രട്ടറി രാജശേഖരൻ നായർ B, സ്പോർട്സ് കൗൺസിൽ അംഗം TV ബാലൻ, കാസർഗോഡ് മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട്, റീത്ത R, രജനി K, P രമേശ്, ഷുക്കൂർ തങ്ങൾ, ഹാരിസ് ചൂരി എന്നിവർ സംസാരിച്ചു. റെസ്ലിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുരേഷ് മല്യ സ്വാഗതവും സെക്രട്ടറി അഡ്വക്കേറ്റ് സദാനന്ദ റൈ നന്ദിയും പറഞ്ഞു. Next bout, Yadav VK Kannur. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാർഷിക മേഖലയെ തൊഴിലുറപ്പ് തൊഴിലിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പുതുക്കൈ വില്ലേജ് സമ്മേളനം നടന്നു. നെൽകൃഷിയെ തൊഴിലുറപ്പ് തൊഴിലിൽ സംരക്ഷിക്കാൻ ഉൾപ്പെടുത്തി മുഴുവൻ തരിശു മേഖലയെയും നെൽകൃഷി ചെയ്യുന്നതിന് അധികാരികൾ മുൻകൈയെടുക്കണമെന്നും തൊഴിലുറപ്പ് തൊഴിലിനെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നയം തിരുത്തണമെന്നും പുതുക്കൈ വില്ലേജ് കമ്മിറ്റി സമ്മേളനം ആവശ്യപ്പെട്ടു. വാഴന്നൂറടി മാരാർ മന്ദിരത്തിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റും പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റുമായ PP പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് പ്രസിഡന്റ് A സൗമിനി അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി സുനു ഗംഗാധരൻ, പ്രസിഡന്റ് PA ശകുന്തള, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ A രത്നാവതി, M ബാലാമണി, C ജാനകി എന്നിവർ സംസാരിച്ചു. വില്ലേജ് സെക്രട്ടറി K രുക്മണി പ്രവർത്തന റിപ്പോർട്ടർ, K ശ്രീമ രക്തസാക്ഷി പ്രമേയവും C രജിത അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. പതാക ഉയർത്തൽ, പ്രകടനം, സ്വാഗത നൃത്തശില്പം എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. സംഘാടക സമിതി ചെയർമാൻ PV മോഹനൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കന്യാസ്ത്രീകളെ നക്സലേറ്റ് എന്ന് വിളിക്കുന്ന BJPയും സംഘപരിവാർ സംഘടനകളും യേശുക്രിസ്തുവും നക്സലേറ്റ് ആയിരുന്നു എന്ന് പറയുന്ന നാളുകൾ വരാനിരിക്കുകയാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. പള്ളിക്കരയിൽ നിർമ്മിച്ച CPM ഓഫീസായ മുസഫർ അഹമ്മദ് ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കന്യാസ്ത്രീകളെ നക്സലേറ്റ് എന്ന് വിളിക്കുന്ന BJPയും സംഘപരിവാർ സംഘടനകളും യേശുക്രിസ്തുവും നക്സലേറ്റ് ആയിരുന്നുവെന്ന് പറയുന്ന നാളുകൾ വരാനിരിക്കുകയാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. പള്ളിക്കരയിൽ നിർമ്മിച്ച CPM ഓഫീസായ മുസഫർ അഹമ്മദ് ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഏതെങ്കിലും ഒരു അംഗത്തെ കുറിച്ച് അത് വേണോ വേണ്ടയോ എന്നുള്ള തർക്കം വരുമ്പോൾ ജുഡീഷ്യസ് ആയിട്ടുള്ള നീതിപരവും നിയമപരവുമായിട്ട് എക്സ്പ്ലാന്റേഷൻ പറയാം, ഇത് പ്രധാനമന്ത്രി പറഞ്ഞതാണ്, നിങ്ങൾ ആവശ്യമില്ലാതെ തർക്കിക്കണ്ട എന്ന് പ്രതിപക്ഷ നേതാവിനോട് പറയാം. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കുറച്ച് ഗൗരവമുള്ള ഒരു വിഷയമാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പേര് പോലും വേറെ ഏതെങ്കിലും പേര് നിങ്ങൾ പറയും. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. സുപ്രീം കോടതിയാണ് പറഞ്ഞത് ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലെ അംഗങ്ങളെ ചെയർമാൻ ഇങ്ങനെ വേണം തെരഞ്ഞെടുക്കാൻ എന്ന്. ഈ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? നരേന്ദ്രമോദി ഗവൺമെന്റ് സുപ്രീം കോടതി പറഞ്ഞതിന് മനസ്സിൽ ചവറ്റുകൊട്ടയിൽ ഇട്ടിട്ട് ഒരു തീരുമാനം എടുത്തു. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പിന്നെ പ്രധാനമന്ത്രി നയിക്കുന്ന ക്യാബിനറ്റിലെ ഒരു മെമ്പർ, ഒരു ക്യാബിനറ്റ് മന്ത്രി. ഇപ്പൊ എന്തായി? 2/3 ഭൂരിപക്ഷം ഭരിക്കുന്ന പാർട്ടിക്കാർ. അപ്പൊ എന്തിന് പ്രതിപക്ഷ നേതാവ് പോകണോ മീറ്റിങ്ങിന്? അവിടെ വല്ല കാപ്പിയോ ബിസ്ക്കറ്റോ ഒരു ടൂറിൽ അത് കഴിച്ചിട്ട് പോരാ, അതല്ലാതെ വേറൊരു പ്രയോജനം ഉണ്ടാവില്ല പ്രതിപക്ഷം. അപ്പൊ ഇത്തരത്തിൽ ഭരണഘടനയെ സംരക്ഷിക്കാൻ നിയുക്തമായ, ഭരണഘടനയിൽ അങ്ങനെ വ്യവസ്ഥ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് സുപ്രീം കോടതി. ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അവകാശം സുപ്രീം കോടതിക്കാണുള്ളത്. ആ സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷൻ
അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള സമിതിക്ക് രൂപം നൽകിക്കൊണ്ട് നിർദ്ദേശം വെച്ചപ്പോൾ ലജ്ജയില്ലാതെ ഭരണഘടനയെ ഇഴക്കേറി പരിശോധിക്കാൻ അധികാരമുള്ള സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ നിശ്ചയിക്കാനൊരുങ്ങിയപ്പോൾ അത് മറികടക്കാൻ ഓർഡിനൻസ് കൊണ്ടുവന്ന നരേന്ദ്രമോദിയും കൂട്ടരും പാർലമെന്റിനെ വകവയ്ക്കുമെന്ന് കരുതേണ്ടെന്നും MABB പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ K. കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. PA ഗോവിന്ദൻ സ്മാരക ഹാൾ പാർട്ടി ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ MLAയും EMS സ്മാരക ലൈബ്രറി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമനും ഉദ്ഘാടനം ചെയ്തു. CH കുഞ്ഞമ്പു MLA നേതാക്കളുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ഏരിയ സെക്രട്ടറി മധു മുതിയക്കാൽ പതാക ഉയർത്തി. പാർട്ടി ജനറൽ സെക്രട്ടറിയായ ശേഷം ആദ്യമായി ജില്ലയിലെത്തിയ MABBയ്ക്ക് പള്ളിക്കര ലോക്കൽ കമ്മിറ്റിയുടെ ഉപഹാരം മുൻ MLA K. കുഞ്ഞിരാമൻ കൈമാറി. എഞ്ചിനീയർ രാജൻ പൂച്ചക്കാടിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. മുൻ ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, K. മണികണ്ഠൻ, MK വിജയൻ, M. കുമാരൻ, P. ലക്ഷ്മി, P. മണിമോഹൻ, കുന്നൂച്ചി കുഞ്ഞിരാമൻ, KV ഭാസ്കരൻ, VV സുകുമാരൻ, M. ഗൗരി, K. സന്തോഷ് കുമാർ, T. സുധാകരൻ, PK അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ പഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ 75ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കാലിച്ചാംപൊതിയിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം CPM ജനറൽ സെക്രട്ടറി MABB ഉദ്ഘാടനം ചെയ്തു. ജനകീയ ഭരണസമിതി പഞ്ചായത്തിന്റെ സാരഥ്യം ഏറ്റെടുത്തതിന്റെ 75ാം വാർഷികാഘോഷം നാടിന്റെ ആഘോഷമായ കാഴ്ചയാണ് മടിക്കയിൽ കണ്ടതെന്നും രാജ്യത്തിന് ലഭിച്ച സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും അർത്ഥവത്താക്കുന്ന ഇടപെടലാണ് 75 വർഷം മുൻപ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മടിക്കയുടെ മണ്ണിൽ നടത്തിയതെന്നും CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MABB പറഞ്ഞു. 75ാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള പൊതുസമ്മേളനം മടിക്കൈ കാലിച്ചാംപൊതിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മടിക്കയിൽ യഥാർത്ഥ ജനാധിപത്യം സ്ഥാപിക്കാൻ നേതൃത്വം കൊടുത്ത പുരോഗമന പ്രസ്ഥാനം, ചെങ്കൊടി പ്രസ്ഥാനം, തൊഴിലാളി വർഗ പ്രസ്ഥാനം ഇവിടെ ജനങ്ങളുമായി പുലർത്തിപ്പോന്ന ദൃഢമായ ഛേദിച്ചു കളയാൻ സാധിക്കാത്ത ബന്ധം, ആ ബന്ധത്തിന്റെ ഫലമായി മടിക്കയിലെ ജനങ്ങൾ പഞ്ചായത്തിലെ കാര്യങ്ങൾ നോക്കാൻ മടിക്കയിൽ വേറെ ആരും ഇങ്ങോട്ട് വരണ്ട, ഈ ചെങ്കൊടി പ്രസ്ഥാനം മതി, ചെങ്കൊടി പ്രസ്ഥാനം തന്നെ മതി എന്നീ 75 വർഷവും തീരുമാനിക്കുന്ന അത്യന്തം ആവേശകരവും. പരിപാടിയുടെ ഭാഗമായി കണിച്ചിറ, കണ്ണിപ്പാറ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാരംഭിച്ച പ്രകടനം കാലിച്ചാംപൊതിയിൽ സമാപിച്ചു. 75ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികൾക്കും ഇതോടെ തുടക്കമായി. സ്വാഗത സംഘം ചെയർമാൻ C. പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ MLA, സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ, നേതാക്കളായ P. കരുണാകരൻ, MV ബാലകൃഷ്ണൻ, ബേബി ബാലകൃഷ്ണൻ, KV കുമാരൻ, P. അപ്പുക്കുട്ടൻ, PP മുഹമ്മദ് റാഫി, PK നിഷാന്ത്, M. രാജൻ, CK ശ്രീധരൻ, S. പ്രീത, V. പ്രകാശൻ, TV ശാന്ത, K. നാരായണൻ, മടത്തിനാട്ട് രാജൻ, KM വിനോദ്, ഷാനവാസ് പാദൂർ, ശശീന്ദ്രൻ മടിക്കൈ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മടിക്കൈ. സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ ഓണം പൊന്നോണം മെഗാ സെയിലിന് കാഞ്ഞങ്ങാട് ഷോറൂമിൽ തുടക്കമായി. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സിൽ ഓണം മെഗാ സെയിലിന് തുടക്കമായി. ഏറ്റവും ട്രെൻഡിയും ട്രഡീഷണലുമായ ഓണം കളക്ഷനുകൾ ഏറ്റവും വേഗത്തിൽ ഉപഭോക്താക്കൾക്ക് നൽകുന്നുവെന്ന പ്രത്യേകതയും ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നു. ദിവസേന നറുക്കെടുപ്പിലൂടെ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ, മൊബൈൽ ഫോൺ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു. എല്ലാ ഷോറൂമുകളിലും എല്ലാ ദിവസവും നറുക്കെടുപ്പും എല്ലാ ദിവസവും സമ്മാന വിതരണവും നടക്കും. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ ലഭ്യമാണ്. ഏറ്റവും പുതിയ ഓണം സ്പെഷ്യൽ കളക്ഷനോട് കൂടിയ ലേഡീസ് വെയർ വിഭാഗവും സാരി വിഭാഗവും കിഡ്സ് വെയർ സെക്ഷനും ജെന്റ്സ് വെയർ വിഭാഗവും ഈ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്നു. ഒരു കുടുംബത്തിനാവശ്യമായ മുഴുവൻ തുണിത്തരങ്ങളും ഒരു കുടക്കീഴിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് ഇമ്മാനുവൽ സിൽക്സ്. ആറണി, ബനാറസ്, ധർമാവരം, ചിരാല, കൊൽക്കത്ത, സൂറത്ത്, ജയ്പൂർ, ഹൈദരാബാദ്, എലംപള്ളി,
ചിന്നാലംപെട്ടി, ചാപ്പ, യലങ്ക എന്നിവിടങ്ങളിലെ ഏറ്റവും പുതിയ സാരി കളക്ഷനുകൾ ഈ ആഘോഷത്തിന്റെ പ്രത്യേകതയാണ്. ഓരോ വധുവിനും വരനും വ്യത്യസ്തവും കമനീയവുമായി അണിഞ്ഞൊരുങ്ങാൻ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, വെഡിംഗ് സ്യൂട്ട്, വെഡിംഗ് ധോത്തി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ വിവാഹ പാർട്ടിക്കായി ഒരുക്കിയിരിക്കുന്നു. സ്പെഷ്യൽ ഓണം കളക്ഷനുകൾ 199 രൂപയിൽ നിന്നും ആരംഭിക്കുന്നു. സാരികൾ, ലേഡീസ് വെയർ, ജെന്റ്സ് വെയർ, കിഡ്സ് വെയർ എല്ലാ വിഭാഗങ്ങളിലും 199 രൂപയിൽ നിന്നും ആരംഭിക്കുന്നു. സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ ഓണം പൊന്നോണം കാഞ്ഞങ്ങാട് ഷോറൂമിൽ നടന്ന ചടങ്ങ് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. വളരെയധികം സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് എല്ലാ കൊല്ലവും നടത്താറുള്ളത് പോലെ ഇമ്മാനുവൽ സിൽക്ക് മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം ആഘോഷിക്കാൻ ഇത്തവണയും തീരുമാനിച്ചു. അതിനെ തെരഞ്ഞെടുത്ത ദിവസത്തിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. ഇന്ന് ഓഗസ്റ്റ് മാസം 9-ാം തീയതിയാണ് ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ അവസാനത്തെ ഏടായ ക്വിറ്റ് ഇന്ത്യ സമരം. ആ സമരത്തിന്റെ സ്മരണകൾ അയവിറക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഓഗസ്റ്റ് 9. ചടങ്ങിൽ സമ്മാന കൂപ്പണിന്റെ പ്രകാശനം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത നിർവഹിച്ചു. എല്ലാ ഉത്സവാഘോഷ സീസണുകളും പൊതുജനങ്ങൾക്കായി വലിയ തോതിലുള്ള സമ്മാനങ്ങളുമായിട്ടാണ് എപ്പോഴും ഇമ്മാനുവൽ ആഘോഷിക്കാറുള്ളത്. ഇത്തവണയും അത് മാറ്റമൊന്നുമില്ല. ഓണം വരുന്നതിന് മുന്നേ തന്നെ ഓണത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ ഇമ്മാനുവൽ ഒരുക്കിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനങ്ങളുമാണ്. അപ്പം അത് പറയുന്നത് പോലെ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വിശ്വാസ്യത എന്ന വാക്കിനെ ഒന്നുകൂടി ഉറപ്പ് നൽകിക്കൊണ്ട് പറയുന്നത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യാപാര സ്ഥാപനമാണ് ഇമ്മാനുവൽ സിൽക്സ് എന്നുള്ളത്. ചടങ്ങിൽ CP ഫൈസൽ, TP സക്കരിയ, PRO മൂത്തൽ നാരായണൻ, ഷോറൂം മാനേജർ സന്തോഷ് T എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ് വെൽഫെയർ ബോർഡ് അംഗ യൂണിയനുകളിലെ അംഗങ്ങൾക്കായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മരുന്ന് വിതരണവും നടന്നു. കാഞ്ഞങ്ങാട് ബിഗ് മാളിലായിരുന്നു നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡിൽ അംഗമായവർക്കുള്ള സൗജന്യ നേത്ര പരിശോധനയും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. ത്രേസ്യാമാസ് കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് കാഞ്ഞങ്ങാട് ബിഗ് മാളിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി ക്ഷേമ ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ലേബർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയൊരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ കാഞ്ഞങ്ങാട് നഗരത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളായാലും മറ്റ് സ്ഥാപനങ്ങളായാലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ നമ്മുടെ ഈ നഗരസഭാ പരിസരത്ത് മാത്രമല്ല, കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ധാരാളം തൊഴിലാളികൾ, വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട തൊഴിലാളികൾ വന്നു പോകുന്ന ഒരു നഗരമാണ്. ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഓരോയിടത്തും ഒരുപാട് തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. ആ തൊഴിലാളികളുടെയൊക്കെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഓരോ മുതലാളിമാരുടെയും ഉത്തരവാദിത്തം കൂടിയാണ് രാജ്യത്തെ തൊഴിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം അതിൽപ്പെട്ട ഒന്നാണ് അവരുടെ ആരോഗ്യം. അതെന്തായാലും ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ അത് ശ്രദ്ധിക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. പലപ്പോഴും രാത്രികാല ചില ആരോഗ്യ പരിശോധനാ ക്യാമ്പുകൾ നടക്കാറുണ്ട്. പലതരത്തിലുള്ള ക്യാമ്പുകൾ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണ് തന്നെയാണ്, ഇല്ലേ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളൊരു അവയവമാണ്. ബോർഡ് ജില്ലാ ഉപദേശക സമിതി അംഗം TK നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഷംസുദ്ദീൻ പാലക്കി മുഖ്യാതിഥിയായി സംസാരിച്ചു. മുമ്പൊക്കെ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഉണ്ടെന്ന് പലർക്കും അറിയാവുന്നല്ലാതെ അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെന്നാണെന്നോ അവരെ കൊണ്ട് ഒരു തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്നോ പലരും മനസ്സിലാക്കിയിരുന്നില്ല. ഇന്ന് നമുക്കറിയാം, ജനകീയനായ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ വന്നിട്ടാകുമ്പോഴേ അദ്ദേഹം അറിയാം. അദ്ദേഹം പല കാര്യങ്ങൾക്കും പല സ്ഥാപനങ്ങളും, അത് ഹോസ്പിറ്റലുകളായാലും ശരി, കച്ചവട സ്ഥാപനങ്ങളായാലും ശരി, അവിടെ ചെന്ന് മുമ്പൊക്കെ റെയ്ഡ് എന്ന് പറഞ്ഞ ഒരു പ്രഹസനമാണ്. നമുക്ക് അവിടെ പോയി എന്തൊക്കെ ഷോ കാണിക്കാം, അവരെന്തൊക്കെ ചീത്ത പറയാം, അല്ലെങ്കിൽ അവരെ എങ്ങനെ ഭയപ്പെടുത്താം. ഇന്ന് അദ്ദേഹം ഒരു റെയ്ഡിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ചെന്നാൽ കാര്യങ്ങൾ, അത് തൊഴിലാളികളോടായാലും ശരി, അതിൻ്റെ ഓണേഴ്സിനോടായാലും ശരി, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക.
ഇതിലെന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ട്, ഇതെന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത്, അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടാൽ ഇതൊന്നും ചെയ്യണ്ടെന്ന് വിചാരിക്കുന്ന ഏതൊരു ഓണർക്കും ഇതൊക്കെ ചെയ്യണം എന്നുള്ള തോന്നൽ വരും. ഡോക്ടർ ത്രേസ്യാമ ജോസ്, ബിജു ചുള്ളിക്കര, VC കൃഷ്ണവർമ്മ രാജ, കരീം കുശാൽ നഗർ, തങ്കമണി രാഘവൻ, സിദ്ദീഖ് ചക്ര എന്നിവർ സംസാരിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ V. അബ്ദുൽ സലാം സ്വാഗതം പറഞ്ഞു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും സർക്കാർ ക്ഷേമ പദ്ധതികൾ എത്തിക്കുക എന്നതാണ് ബോർഡ് ലക്ഷ്യമിടുന്നതെന്നും ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ഇത് രണ്ടാമതാണ് ക്യാമ്പ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന തൊഴിൽ നൈപുണ്യ വകുപ്പിൻ്റെ കീഴിലുള്ള കേരള ഷോപ്സ് ആൻഡ് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡാണ് ഇന്നിവിടെ ഇങ്ങനെ ഒരു സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും സർക്കാർ ക്ഷേമ പദ്ധതികൾ എത്തിക്കുക എന്നുള്ളതാണ് ബോർഡിൻ്റെ ഉദ്ദേശം. അതിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ഇത് രണ്ടാമത്തെ ക്യാമ്പാണ് ഇവിടെ നടന്നു വരുന്നത്. സൗജന്യ നേത്ര പരിശോധനയും അതോടൊപ്പം തന്നെ മരുന്നുകളും ഇവിടെ സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. ഇത്തരം ക്ഷേമ പദ്ധതികളിൽ അംഗമാകുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ കേരളത്തിൽ പെൻഷൻ പദ്ധതി ഓരോ തൊഴിലെടുക്കുന്ന ഓരോരുത്തർക്കും സ്ഥാപനങ്ങളിലെയും കടകളിലെയും വാണിജ്യ സ്ഥാപനങ്ങളിലെയും തൊഴിലാളികൾക്കാണ് ഇത്തരം ആനുകൂല്യങ്ങൾ സർക്കാർ നൽകി വരുന്നത്. പെൻഷൻ കൂടാതെ അവശതാ പെൻഷനും കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പും ക്യാഷ് അവാർഡും കൂടാതെ വിവാഹ ധനസഹായം, മരണാനന്തര സഹായം തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി സർക്കാർ നൽകി വരുന്നുണ്ട്. അതിനായി സർക്കാർ ഓൺലൈൻ സംവിധാനം ഇപ്പോൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. കേരള ഷോപ്സിൻ്റെ ജില്ലാ ഓഫീസുകളിലും അസിസ്റ്റന്റ് ലേബർ ഓഫീസുകളിലും നിങ്ങൾക്ക് ഈ സേവനം ലഭ്യമാകും. ഉപദേശക സമിതി അംഗം ഹരീഷ് പാലക്കുന്ന് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 5 ഇലക്ട്രോണിക് വീൽചെയറിന്റെയും ഒരു കൃത്രിമ കാലിന്റെയും വിതരണ ഉദ്ഘാടനം നടന്നു. MP രാജ്മോഹൻ ഉണ്ണിത്താൻ കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷനിൽ വെച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 5 ഇലക്ട്രോണിക് വീൽചെയറിന്റെയും ഒരു കൃത്രിമ കാലിന്റെയും ഉദ്ഘാടനം നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP വിതരണോദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷനിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. 2019 ഞാൻ ആദ്യമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുമ്പോൾ കാസർഗോട്ടെ ജനങ്ങൾ എനിക്ക് നൽകിയ സ്നേഹം, വാത്സല്യം, എന്നോട് കാണിച്ച സഹകരണം, സഹവർത്തിത്വം ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാനാവില്ല. ഞാൻ അന്ന് ജനങ്ങൾക്കൊരു ഉറപ്പ് കൊടുത്തിരുന്നു. അതായത് ഞാൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരുടെയും MP ആയി ഞാൻ പ്രവർത്തിക്കും. എന്നെ വിജയിപ്പിക്കാൻ ശ്രമിച്ചവരെ പോലെ തന്നെ എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചവർക്കും എന്നിലൊരു അവകാശമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിനതീതമായി എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു MP ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. മാത്രമല്ല, കാസർഗോഡ് സ്ഥിരമായി താമസിച്ച് ഈ മണ്ഡലത്തിൻ്റെ സർവ്വതോമുഖമായ പുരോഗതിക്കും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഞാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. എന്നെ കാണാൻ ആരുടെയും ശുപാർശ വേണ്ട, ഒരു കത്ത് വേണ്ട, ഒരു ഇടനിലക്കാരൻ വേണ്ട, ഒരു മധ്യസ്ഥൻ വേണ്ട. ചടങ്ങിൽ കൗൺസിലർ KK ബാബു അധ്യക്ഷത വഹിച്ചു. രഘുനാഥൻ PK സ്വാഗതം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ ചടങ്ങിൽ സംബന്ധിച്ചു. കെൽട്രോൺ കണ്ണൂരാണ് നൂതന സാങ്കേതിക പ്രൊഡക്റ്റായ ഇലക്ട്രോണിക് വീൽചെയർ സാമൂഹ്യനീതി വകുപ്പിന് കൈമാറിയത്. കെൽട്രോണിലെ സൂപ്പർവൈസർ ജിഷ AM ചടങ്ങിൽ പങ്കെടുത്തു. M കുഞ്ഞികൃഷ്ണൻ, ഗോപി V, ഹമീദ് ഹാജി എന്നിവർ സംസാരിച്ചു. പത്മരാജൻ ഐങ്ങോത്ത് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. യുദ്ധവിരുദ്ധ സന്ദേശവുമായി മടിക്കൈ സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ചു. ചടങ്ങ് വാർഡ് മെമ്പർ N ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 6 ആരംഭിച്ച് 9 വരെ മടിക്കൈ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനം വിവിധ പരിപാടികളോടെയാണ് നടത്തിയത്. സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ക്ലബ്, ശാസ്ത്ര ക്ലബ്, വിദ്യാരംഗം, കലാസാഹിത്യവേദി, SPCJRC തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത്. ഇനിയൊരു യുദ്ധം വേണ്ട, യുദ്ധം മാനവരാശിക്ക് ദോഷം തുടങ്ങിയ സന്ദേശവുമായി യുദ്ധവിരുദ്ധ റാലി, സഡാക്കോ കൊക്കുപറത്തൽ, യുദ്ധവിരുദ്ധ സ്കിറ്റ്, പ്രസംഗം, യുദ്ധവിരുദ്ധ ഗാനം,
യുദ്ധസ്മാരകത്തിൽ യുദ്ധവിരുദ്ധ സന്ദേശം രേഖപ്പെടുത്തൽ തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളാണ് നടത്തിയത്. ഹിരോഷിമ നാഗസാക്കി ദിനത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ പരിപാടികളാണ് നമ്മുടെ സ്കൂളിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് വിവിധ ക്ലബ്ബുകളുടെ ആണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതായത് സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, അതുപോലെ വിദ്യാരംഗം ക്ലബ്ബ്, അതുപോലെ നമ്മുടെ സ്കൂളിലെ SPC കാഡറ്റ്സുകൾ, അതുപോലെ JRC വളണ്ടിയേഴ്സ്, അധ്യാപകർ, അതുപോലെ PTA പ്രതിനിധികൾ എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അതായത് ഞങ്ങൾ കുട്ടികളിലേക്ക് ഒരു യുദ്ധവിരുദ്ധ സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിതിലൂടെ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് ചെയ്ത പ്രത്യേകമായ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വിവിധ പത്രങ്ങളിൽ നിന്ന് യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇവർ ശേഖരിച്ച് അത് വളരെ സർഗാത്മകമായ രീതിയിൽ തന്നെ അവർക്ക് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റി എന്നതാണ്. ചടങ്ങ് വാർഡ് മെമ്പർ N. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് നടന്ന ഏറ്റവും വലിയ ഒരു കൂട്ടക്കുരുതിയാണ് ഹിരോഷിമയിലും അതോടൊപ്പം നാഗസാക്കി ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ നടന്ന മനുഷ്യത്വരഹിതമായ ബോംബാക്രമണത്തിൽ നിരപരാധികളായ ആളുകളാണ് മരിച്ചു വീണത്. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ഇന്നും പലതരത്തിലും നമ്മളെല്ലാവരും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ഒരുപാട് കാലത്തെ യുദ്ധാനന്തര ഫലം നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. PTA പ്രസിഡന്റ് M. പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. സീനിയർ അസിസ്റ്റന്റ് V. ശാലിനി, വിവിധ ക്ലബ്ബുകളുടെ ചാർജ് വഹിക്കുന്ന അധ്യാപകരായ PK പ്രമോദ്, C. ശാരദ, V. ബിന്ദു എന്നിവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ K. പ്രീത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി PD സീമ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 11ാം വാർഡ് കുറിഞ്ഞി കുടുംബശ്രീ CDS വാർഷികം ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് 11 കുറിഞ്ഞി ADS വാർഷികം വിപുലമായ പരിപാടികളോടെയാണ് നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. കുറെ കാലമായി നമുക്കറിയാം, 2 വർഷം പൂർത്തിയാകുമ്പോൾ കുടുംബശ്രീ ആഗ്രഹിച്ച ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അപ്പുറം നമുക്ക് പ്രവർത്തനത്തിലേക്ക് വരാൻ വേണ്ടി നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദാരിദ്ര്യം കുറവോ സാമൂഹ്യ ചുറ്റുപാടോ ഒക്കെ വലിയ മാറ്റം നമ്മുടെ പ്രദേശത്തെ വനിതകൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കുടുംബശ്രീയുടെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിലുള്ള സന്തോഷം ഞങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്യുകയാണ്. ഈ അവസരത്തിൽ വൈകാലങ്ങളിൽ നമ്മുടെ സംഘടനാ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് ആക്കിയെടുക്കാനും സാമ്പത്തിക പദ്ധതിയും സംരംഭ സാധ്യതകളും ഒക്കെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനും സ്വന്തമായി ഒരു പ്രത്യേകമെങ്കിലും വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി നല്ല രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാൻ കുടുംബശ്രീകൾക്ക് കഴിയണം എന്ന് മാത്രം ആശംസിച്ചത്. അനിതാകുമാരി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. വിലാസിനി കൃഷ്ണൻകുട്ടി, ഭാർഗവി ബായ്, യശോദ എന്നിവരെ ലത അരവിന്ദൻ ആദരിച്ചു. സൗമ്യ മോൾ, സജിനി മോൾ, ശോഭ, ശാരദ സുധാകരൻ, ഉഷ രാജു, ആശ മോൾ, സുനിത കുമാരി, രാധാബാബു, നിർമ്മല തുടങ്ങിയവർ സംസാരിച്ചു. അനിലാകുമാരി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാജപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ വ്യാപാരി ദിനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാര ഭവനിൽ നടക്കുന്ന പരിപാടികൾക്ക് തുടക്കമായി. ജില്ലാ പ്രസിഡന്റ് K. അഹമ്മദ് പതാക ഉയർത്തി. ജില്ലാ റെസ്ലിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കേരള സംസ്ഥാനതല അണ്ടർ-23 പുരുഷ വനിതാ ഗുസ്തി ടൂർണമെന്റിന് കാസർഗോഡ് തുടക്കമായി. കാസർഗോഡ് NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക മേഖലയെ തൊഴിലുറപ്പ് തൊഴിലിൽ ഉൾപ്പെടുത്തുക എന്ന ആവശ്യം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പുതുക്കൈ വില്ലേജ് സമ്മേളനം നടന്നു. കന്യാസ്ത്രീകളെ നക്സലേറ്റ് എന്ന് വിളിക്കുന്ന BJPയും സംഘപരിവാർ സംഘടനകളും യേശുക്രിസ്തുവും നക്സലേറ്റ് ആയിരുന്നു എന്ന് പറയുന്ന നാളുകൾ വരാനിരിക്കുകയാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. പള്ളിക്കരയിൽ നിർമ്മിച്ച CPM ഓഫീസായ മുസഫർ അഹമ്മദ് ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
മടിക്കൈ പഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ 75ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കാലിച്ചാമ്പുതിയിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നവംബർ 25-26 തീയതികളിലായി നടക്കും. സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ ഓണം പൊന്നോണം മെഗാ സെയിലിന് കാഞ്ഞങ്ങാട് ഷോറൂമിൽ തുടക്കമായി. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.